ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഈ ഒരു സംഭവം വന്നിട്ടുണ്ടോ? ഇങ്ങനെ പ്രതികരിച്ചതിന്റെ പേരിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അത് കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അത് ഞാനിങ്ങനെ കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ഉണ്ട്, എന്തിനൊക്കെ കാണിക്കുന്നതൊക്കെ ചോദിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ വന്ന് തുപ്പനെന്നുള്ളൊരു പേരൊക്കെ വീണ് അങ്ങനെ ഇതൊക്കെ ന്യൂസിലൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് പിന്നെ അവരാരും ഇപ്പം ഇങ്ങനെ വലുതായിട്ടൊന്നും പറയില്ല. ഇപ്പോൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാട്ടിലെല്ലാവരും അറിഞ്ഞു തുടങ്ങി. പിന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ സ്റ്റാറ്റസ് ഇട്ട് തുടങ്ങി. അതെല്ലാം നിങ്ങളെപ്പോലുള്ള സഹോദരന്മാരുടെ ഒരു എന്താ പറയുക ഒരിതാണ്. ഏഷ്യനെറ്റ് ഇങ്ങനെ ഒരു പേരൊക്കെ ഇട്ട് തരും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇപ്പോൾ നോർമൽ ഓൺലൈൻ മീഡിയാസ് ഒരുപാട് പേര് ഇത് വാർത്തയാക്കി അല്ലെങ്കിൽ വീഡിയോ ഇടുന്നുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ വലിയ രീതിക്കുള്ള അതായത് സാറ്റലൈറ്റ് ചാനൽസ് ഒന്നും അധികം ഇട്ട് കണ്ടില്ലായിരുന്നു. ഏഷ്യനെറ്റ് ആണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഈ ഒരു പേര് വെച്ചിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എന്ത് തോന്നി ആ ഒരു ദിവസം? അന്നത്തെ ദിവസത്തെ പ്രത്യേകം എന്ന് പറയുന്നത്, ചേട്ടാ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞാൻ പോകണം. ഞാൻ തലേ ദിവസം ഞാൻ ചെയ്തില്ല, ഞാൻ രാവിലെയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ പോയിരിക്കണം. അപ്പോൾ നേരത്തെ റിവ്യൂ പറഞ്ഞ് 2 പയ്യന്മാരകത്തുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അജു വർഗീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു അത് ശരി, എവിടെ വർഷങ്ങൾക്ക് ശേഷം കാണാൻ എൻ്റെ ന്യൂ തിയേറ്ററിൽ പോയി. അപ്പോൾ അവിടെ അജു വർഗീസ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ പോയി കാണാൻ. ഞാൻ പറഞ്ഞു എനിക്ക് കാണേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ മൂവി കണ്ട് നല്ല മൂവി ആണെങ്കിൽ ഞാൻ റിവ്യൂ പറയും, നല്ലതല്ലെങ്കിൽ ഞാൻ മുട്ടയും കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. മുട്ട ഞാൻ ഓൾറെഡി എൻ്റെ പോക്കറ്റിൽ എപ്പോഴും കാണും. അത് പുതിയൊരു സംഭവമാണ്. അത് നിങ്ങൾക്ക് തന്നെ അത് കാണാം, അത് എല്ലാവർക്കും കാണാം. അത് ഞാൻ പറഞ്ഞുതരും. അങ്ങനെ ഞാൻ ആ പടം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. നല്ല മൂവിയായിരുന്നു. നമ്മൾ അതുപോലെ തന്നെ ഈ മിക്ക സിനിമകളിലും ഈ ചീത്ത പറഞ്ഞിട്ടുള്ള കോമഡികളാണ്, പക്ഷേ ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോമഡികളാണ്. നല്ല മൂവിയായിരുന്നു. ആദ്യം തൊട്ട് അവസാനം വരെ നല്ല സിനിമയായിരുന്നു. അങ്ങനെ അത് കണ്ടിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കാണ് ഈ മീഡിയക്കാർ വന്നതും. പക്ഷേ അതിലൊരു ലേഡിയാണ് ഏഷ്യാനെറ്റിൻ്റെ ന്യൂസിലുള്ളത്. അവർ വന്നെടുക്കുക കഴിഞ്ഞാൽ ലാലേട്ടനെ അത് അനുകരിച്ച് കാണിക്കുകയും ആറേട്ടനെ പറയുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്കറിയില്ലാണ് ശരിക്കും പറഞ്ഞ ഏഷ്യാനെറ്റ് ന്യൂസുകാരാണെന്നത്. പിന്നീട് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ നിന്നെ ഏഷ്യാനെറ്റിലെ കാണിച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ എന്നെ കാണിച്ചാൽ ഭയങ്കരമായിട്ടൊരു അതിശയമായിപ്പോയി. ഏഷ്യാനെറ്റിൽ അങ്ങനെ വന്നതിൽ തന്നെ എനിക്ക് വളരെ സന്തോഷമാണ്. എല്ലാവരും ചെയ്യുന്നത് വ്യത്യസ്തമായ രീതിയിൽ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച് സ്വാഭാവികം ഞാനങ്ങ് ചെയ്ത്. എനിക്ക് എപ്പോഴും നാണമെന്ന് തോന്നിയില്ല. ഞാനൊരു കലാകാരനാണ്, എന്ത് വേണമെങ്കിലും ചെയ്യും, എനിക്കൊരു നാണക്കേടുമില്ല. ഇനി പുതിയ വെറൈറ്റികളായിട്ട് വരണമെന്നാണ് ഒരുപാട് ആഗ്രഹം.